ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നാളെയാണ് ആറ്റുകാൽ പൊങ്കാല. എൻ്റെ ഡാൻസൊക്കെ കഴിഞ്ഞു. അപ്പം അതിനൊക്കെ ശേഷം തൊട്ടടുത്ത ദിവസം തന്നെയാണ് പൊങ്കാല. ആറ്റുകാൽ പോക്ക് നടക്കത്തില്ല ഗൈസ്, കാരണം ഭയങ്കര തിരക്കാണ്. ഇന്നലെ തന്നെ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവിടെ പോയപ്പം നമ്മുടെ കിഴക്കിക്കോട്ടുനിന്ന് ആറ്റുകാൽ വരെ പോകാനായിട്ട് കൂടിപ്പോയ ഒരു 10 മിനിറ്റ് അത്രയൊക്കെ എടുക്കത്തുള്ളൂ. 10 മിനിറ്റ് വേണ്ട, ഓട്ടോയിലൊക്കെ ആണെങ്കിൽ 5-6 മിനിറ്റ് മതി. പക്ഷേ എനിക്ക് 3 മണിക്കൂർ ഞാൻ ബസ്സിൻ്റെ അകത്ത് അകപ്പെട്ട് പോയി. ഭയങ്കര തിരക്കാണ്, അങ്ങോട്ട് അടുക്കാൻ പറ്റൂല ഇന്ന് നാളെ. അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ പൊങ്കാലയുണ്ട്. അപ്പം നമ്മൾ അവിടെ തന്നെയാണ് ഇരുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും നീനിയും പിന്നെ അമ്മയുടെ സ്കൂളിൽ നിന്ന് കുറച്ച് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്, കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർ നമ്മുടെ വീട്ടിലാണ് നിൽക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം ഇവിടെ ഉള്ള പൊങ്കാലയുടെ പല കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യമായിട്ടാണ് വ്ളോഗ് എടുക്കുന്നത് ആറ്റുകാൽ പൊങ്കാലയുടെ. കഴിഞ്ഞ വർഷം ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്തൊന്നും ഞാൻ യൂട്യൂബ് ചാനൽ പോലും തുടങ്ങിയില്ല. അപ്പം ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്, കേട്ടോ. ഇതെൻ്റെ വീടാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് പൊങ്കാല, കാണാവോ? ഇവിടെ ഫ്രണ്ടിൽ ഫുള്ള് പൊങ്കാലയാണ്. കഴിഞ്ഞ വർഷം ഏകദേശം അവിടെ കണ്ടോ, ലൈക്ക് ആ ഒരു നീല ബോർഡ് വെച്ചിരിക്കുന്നത് അതുവരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത്തവണ ഇത്രയും ഏരിയയിലും കൂടെ വന്ന് നല്ല ലൈറ്റൊക്കെ ഇത് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോയി. പാൽപ്പായസമൊക്കെ ഇടും. എനിക്ക് തോന്നുന്നു ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്താണ് ഈ മണ്ടപ്പുറ്റ്, മറ്റേ തെരളി ഇലയിൽ അപ്പം ഉണ്ടാക്കത്തില്ലേ, തെരളിയപ്പം, അതൊക്കെ ചെയ്യുന്നത്. അപ്പം നല്ല വൈബാണ് ഗൈസ്. പിന്നെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട് റോഡിൻ്റെ ഫ്രണ്ടിലാണ്, മെയിൻ റോഡിലാണ്. അപ്പം നമ്മുടെ ഇവിടെ അമ്പലത്തിൽ ഉത്സവമൊക്കെ വന്നു കഴിഞ്ഞാൽ പാട്ടൊന്നും ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റില്ല. പക്ഷെ ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്താണ് ഭയങ്കര ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു വൈബ്. അപ്പം എന്താ പറയുക, ഇന്നലെ ആറ്റുകാൽ പോയി തൊഴുത് നല്ല മനസ്സിന് അടിപൊളിയായത്. ഞാൻ വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ച് നോക്കണം. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും നാളെ വൈകിട്ട് വരെ വ്ളോഗ് ചെയ്യും. അത് മൊത്തം ഞാൻ എനിക്ക് കാണിച്ചു തരാം, കേട്ടോ. നമ്മുടെ ചാമ്പയ്ക്കതാ ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം അത്യാവശ്യം നല്ല ഇരുട്ടായി. ഏകദേശം 7 മണി ആവാറായി. 6:50 എന്തോ ആയതാണ് ഇത്രയും ഇരുട്ടായിട്ടിരിക്കണം. അപ്പം നമുക്ക് അമ്മ വന്നിട്ട് ബാക്കി കാണിച്ചു തരാം, ചേട്ടാ. അപ്പം നമുക്ക് ഈ ഒരു പായസം ജസ്റ്റ് കഴിക്കാം. എനിക്ക് ഈ പായസം ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ ആർക്കൊക്കെയാണ് പാൽപ്പായസം. എനിക്ക് അടപ്പായസം എനിക്ക് വലിയ ഇഷ്ടമല്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം. പക്ഷെ പായസം ആറ്റുകാലൊക്കെ നിങ്ങൾ തൊഴാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ നേരത്തെ നിങ്ങൾ എന്തായാലും കഴിക്കുമല്ലോ. അപ്പോൾ ഈ മസാല ദോശ ട്രൈ ചെയ്യുന്നതിന് പകരം അവിടെ ഇപ്പോൾ പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഉടുപ്പി എന്നാണ് കടയുടെ പേര്. അവിടെ നമുക്ക് ഫ്രൈഡ് റൈസും വെജ് ഫ്രൈഡ് റൈസും പനീർ ബട്ടർ മസാലയും കിട്ടും, അല്ലെങ്കിൽ ഗോബി മഞ്ചൂരിയൻ, രണ്ടാണെങ്കിലും ഗൈസ് അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ പറയുമ്പോൾ തന്നെ എനിക്ക് കൊതിയാവുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുകയും ചെയ്തു, നോൺ വെജിനെ കടത്തി വെട്ടുന്ന വെജ് വന്നല്ലോ എന്ന്. കാരണം ഭയങ്കര ടേസ്റ്റാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തെന്ന് പറഞ്ഞത് അമ്മ വിളിച്ചിട്ടൊക്കെ വേണം. ഇവിടെ ഇരുന്ന് വിശന്നിട്ട് വയ്യ ഗൈസ്. എന്താന്ന് അറിയില്ല. എന്തായാലും നാളെ ഞാൻ മാക്സിമം നല്ലൊരു വ്ളോഗ് എടുത്ത് കവറപ്പ് ചെയ്യാൻ ശ്രമിക്കാം. എൻ്റെ കാര്യമല്ലേ, പറയാൻ പറ്റില്ല. ഞാൻ ആ സമയമാകുമ്പോൾ മറന്നു, അല്ലെങ്കിൽ ഞാൻ മടി പിടിച്ച് എവിടെയെങ്കിലും ഒതുങ്ങി കൂടി ഇരിക്കും. അപ്പം ഞാൻ മാക്സിമം സെറ്റ് ചെയ്യും, കേട്ടോ ഗൈസ്. ഗൈസ് ഇത് കിഡിലും ടേസ്റ്റാണ്. എനിക്ക് അറിയത്തില്ല ഇത് ഇവർ എന്ത് ടൈപ്പ് സംഭവം ഗൈസ്. ചന്ദ്രനെ കണ്ടോ ഗൈസ്? ഇപ്പൊ ഗൈസ് ഇവിടെ ഇങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെയാണ് പൊങ്കാല ഉള്ളത്. എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. ആണോ? അമ്മ അങ്ങോട്ട് പോകുന്നുണ്ട്. കൊള്ളൂർ വന്ന് കാരണം നമുക്ക് അവിടെ ഒന്നും സ്ഥലം കിട്ടണം. അപ്പം ഇവിടെ വരാമെന്ന് വിചാരിച്ച് നമ്മൾ ദേവി ഹെൽപ്പ് ചെയ്യുമായിരിക്കും. നമ്മൾ സാധാരണ ഉച്ച സമയത്താണ് വരുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ വരാൻ ഭയങ്കര ലേറ്റായിട്ട്. ഇപ്പോൾ രാത്രി 9:30 മണി കഴിഞ്ഞു. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം ട്രിവാൻഡ്രംകാർക്ക് ഇന്നും നാളെന്ന് ഉറക്കമില്ല.
കാരണം അത്രയും നമ്മൾ കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആണ് ഈ 2 ദിവസം. അപ്പം അമ്മ തല്ലിട്ടൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ, കാരണം അമ്മയുടെ സ്കൂളിലെ ടീച്ചേഴ്സും വന്ന് അപ്പോൾ അവർ അമ്മേനെ വിശ്വസിച്ചല്ലേ വരുന്നത്, സീറ്റ് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം നമുക്ക് തപ്പാം. അപ്പോൾ ഗൈസ് ഞാൻ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായി. ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഗൈസ് പൊങ്കാല. ഗൈസ് ഫ്രണ്ടിൽ ഫുൾ പൊങ്കാലയാണ്. ഇവിടെ ഫുള്ള് പൊങ്കാലയായി. എനിക്കിന്ന് ഞാൻ എണീക്കാനായിട്ട് നല്ല രീതിക്ക് ലേറ്റായിപ്പോയി. കാരണം ഇന്നലെ ഉറങ്ങിയപ്പോൾ 12:30 മണി കഴിഞ്ഞു. ഞാൻ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി അങ്ങനെ പതുക്കെയാണ് കിടന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം കഴിച്ചു. ഡാൻസ് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ക്ഷീണം എന്തെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ന് ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പം ഇവിടെ നമ്മുടെ വീട്ടിലാണ് മൊത്തം കാറൊക്കെ ആൾക്കാരുടെ പാർക്ക് ചെയ്തത്. അപ്പം ഇപ്പോൾ 2-3 ആൻറ്റിമാരൊക്കെ ഇവിടെ വന്ന് ഡ്രസ്സൊക്കെ മാറ്റി, എനിക്കൊന്ന് തൃശ്ശൂരുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. ഇവിടെ വന്ന് ഡ്രസ്സൊക്കെ മാറ്റി വാഷ്റൂമിലൊക്കെ പോയി നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളത് ഹെൽപ്പ് ചെയ്യണമല്ലോ. നമ്മൾ ദേവിക്ക് വേണ്ടി ഇടാനായിട്ട് വരുമ്പം നമ്മൾ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ മീമിനെ കാണിച്ചു തരാം. മറ്റേ ഐ സിനിമയിലുള്ളതാണ് കല്ല് ഇങ്ങനെ വന്ന് വെക്കും. ഐ സിനിമ എന്നൊക്കെ ഫീൽ ആവുന്നുണ്ട് ഗൈസ്. ഞാൻ ഇടയ്ക്ക് വെച്ച് കുറച്ച് തടി വെച്ചായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് മെലിഞ്ഞെന്നാണ് എൻ്റെ ഒരു ധാരണ. ലൈക്ക് അല്ലേ, മെലിഞ്ഞില്ലേ ഗൈസ്. ഞാൻ 9th വെച്ചൊരു ഉണ്ടപ്പക്രമായിരുന്നു. വെയിറ്റ് എത്ര ഉണ്ടെന്ന് നോക്കാം. എൻ്റെ ഒരു കണക്കനുസരിച്ച് എനിക്കൊരു 58 അത്രേ വരാൻ ചാൻസ് ഉള്ളൂ. ഓ കറക്റ്റ് 58.2. ഞാൻ ഏതാ എന്തെങ്കിലും ഗോഷ്ടി കണ്ടായിരിക്കും ഗൈസ്. ബൈ. മീമി തളിച്ചു. നമ്മൾ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് തളിക്കുന്നത് കേട്ടോ. കറക്റ്റ് 2:15 ടൈം. അപ്പോൾ ബാക്കിയുള്ള അപ്പുറത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരിതോ അവിടെ ഇരുന്നിട്ട് തളിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മീമി ഓൾറെഡി തളിച്ച്. വെളിയിലോട്ടും കൂടെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. കാരണം ഞാനിപ്പോൾ മൊത്തം എൻ്റെ വീട്ടിലല്ലേ കാണിച്ചുള്ളൂ, വെളിയിലത്തെയും കാണിക്കാം. ഇവിടെ മൊത്തം ആൾക്കാരാണ് കേസ്. എനിക്ക് എന്തോ പോലെയൊക്കെ തോന്നുന്നു. ഇവിടെ മൊത്തം ഇത് ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞിട്ടുള്ള ആ ഒരു മൊത്തത്തിലുള്ള ഒരു തിരിച്ചു പോക്കാണ്. ഇവിടെ തളിച്ചില്ല ഇതുവരെ, ഇവരൊക്കെ ഇവിടെ ഇരിക്കില്ല. ഇപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ വീട് കംപ്ലീറ്റ്ലി തുറന്നിരുത്തുണ്ട്. ആർക്ക് വേണം എപ്പോൾ വേണം വരാം പൊങ്കാല സമയത്ത്. നമുക്ക് നമ്മുടെ പായസം തെരളിയപ്പം കഴിക്കാം. ഇതാണ് ഫേവറേറ്റ്. ഇതും ഓക്കെ. വെള്ളച്ചോറ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ മധുരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം കഴിക്കില്ല. പക്ഷെ പ്രസാദാകുമ്പോൾ നമ്മൾ കഴിക്കണം. ഞാൻ പൊങ്കാലയൊക്കെ കഴിച്ചു. ഇനി എവിടെ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് ഇടിയടിക്കോട് ദേവീക്ഷേത്രത്തിൽ ഇന്നാണ് ഉത്സവം തീരുന്നത്. അപ്പം അങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണ്. അവിടെ ആറ്റുകാൽ തീരുന്നതിൻ്റെ അതേ ദിവസം തന്നെയാണ് തുടങ്ങുന്നതും തീരുന്നതും. ആ 2 അമ്പലവും ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പം എന്തായാലും ആ അമ്പലത്തിലോട്ട് പോകാനായിട്ട് പോകാൻ ഇപ്പം സമയം 8 മണി. എന്തോ 7 മണി വരെ എന്തോ ഗ്രഹണം എന്തോ ഉണ്ടായിരുന്നതാണ് പിന്നെ പുറത്തിറങ്ങാത്തത്. സോ നമുക്ക് പോയാലോ ഗൈസ്, പോയിട്ട് വരാം. ഞാൻ ഡ്രസ്സ് ഒന്ന് മാറ്റിയിട്ട് ഇതാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്, സ്കേർട്ട് ആൻഡ് നമ്മൾ പോകാനായിട്ട്. നിനക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ആ എന്താ നിനക്കൊന്നും പറയാനില്ലാത്ത?
അടി പറ എൻ്റെ ഗൈസിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറ. അപ്പം ഗൈസ് നമ്മൾ ഇതുവഴി പോവുകയാണ്. ഞാൻ ബാക്കിലാണ്. ഈ മാലയാണ് ഗൈസ്, സൂപ്പറല്ലേ ഗൈസ്. ഓ തിരിഞ്ഞു തുണക്കൂല, അവള് വലിയ ആള്. ഗൈസ് ഞാൻ വീട്ടിലെത്തി. അപ്പം ഞാൻ വീട്ടിലെത്തിയപ്പം ഒരു കടല വാങ്ങിച്ചു. ഒരു കടല ലൈക്ക് നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് കഴിക്കാൻ കിട്ടുന്ന കടലയില്ലേ, അപ്പം അതിൻ്റെ റിവ്യൂവും കൂടി എടുത്തിട്ട് ഞാൻ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കിതിരുന്ന് കഴിക്കാം. കൊള്ളാം ഗൈസ്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് ദാറ്റ് അടിപൊളി. കോളിഫ്ലവർ വാങ്ങിച്ചു ഓൾറെഡി കാറിയിരുന്ന് വെട്ടി വിഴുങ്ങി. അത് കൊള്ളാം. അപ്പം ഗൈസ് ഇതാണ് ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പം നമ്മുടെ 2026 ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു. 2027 ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള കാത്തിരിപ്പാണ്. അപ്പം ഈ പൊങ്കാലയ്ക്ക് എനിക്ക് ഭയങ്കര ഫുള്ള് എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റി, ഡാൻസ് ചെയ്യാൻ പറ്റില്ല, ദേവിയുടെ നടയിൽ ഡാൻസ് ചെയ്യാനായിട്ട് പറ്റി. അല്ലാതെ തന്നെ ഞാൻ തോന്നുന്നു മിക്ക അവിടെ ഉത്സവം തുടങ്ങി എല്ലാ ദിവസവും ഞാൻ പോയി. അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ഒരു 3-4 മാസമായിട്ട് കണ്ടിന്യൂസ്ലി ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആറ്റുകാൽ. അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. അപ്പം ഈ വ്ളോഗിൽ ഇത്രയാണുള്ളത്. അപ്പോൾ ഗൈസ് എൻ്റെ ഡ്രസ്സൊക്കെ കൊള്ളാവോ? പിന്നെ അടുത്ത വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. ബൈ.